Good morning to all. Page number 188. Types of amalgamation under Accounting Standard 14 എന്ന പോർഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ട് ടൈപ്സ് അമാൽഗമേഷൻ ആണ് ഉള്ളത്, അല്ലെങ്കിൽ അമാൽഗമേഷൻ രണ്ട് രീതിയിൽ അല്ലെങ്കിൽ രണ്ട് ടൈപ്സ് ആണുള്ളത്. ഫസ്റ്റ് അമാൽഗമേഷൻ ഇൻ നേച്ചർ ഓഫ് മെർജർ, സെക്കൻഡ് അമാൽഗമേഷൻ ഇൻ നേച്ചർ ഓഫ് പർച്ചേസ്. ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ അമാൽഗമേഷനുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് അമാൽഗമേഷൻ ഏത് ടൈപ്പാണ് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഇത് ടൈപ്സ് ഓഫ് അമാൽഗമേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അമാൽഗമേഷൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത്. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് അമാൽഗമേഷൻ ഇൻ നേച്ചർ ഓഫ് മെർജർ ആണ്, ഇല്ലെങ്കിൽ പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡ് എന്നും അത് അറിയപ്പെടുന്നു. സോ ഒരു അമാൽഗമേഷൻ ഇൻ നേച്ചർ ഓഫ് മെർജർ ആകണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിലെ അണ്ടറിൽ വരണമെങ്കിൽ 5 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ആ കണ്ടീഷൻസ് ഏതൊക്കെയാണെന്നാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. സോ നോക്കാം. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. All the assets and liabilities of transferor company become after amalgamation the assets and liabilities of transferee company. അതായത് അമാൽഗമേഷന് ശേഷം ട്രാൻസ്ഫറർ കമ്പനിയുടെ എല്ലാ അസറ്റ്സും ലയബിലിറ്റീസും ട്രാൻസ്ഫറീ കമ്പനിയുടെ അസറ്റ്സും ലയബിലിറ്റീസുമായിട്ട് മാറുന്നു. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്, നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത്. സെക്കൻഡ് പറയുന്നത് സെയിം 90% ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. സെയിം 90% ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ അണ്ടറിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോയിന്റ് ഇത്ര മാത്രമേ ഉള്ളൂ. ട്രാൻസ്ഫറർ കമ്പനിയിൽ 90% കുറയാതെ ഫേസ് വാല്യൂ ഉള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഷെയർ ഹോൾഡേഴ്സ് അമാൽഗമേഷൻ്റെ ഭാഗമായിട്ട് എന്താണ് ട്രാൻസ്ഫറീ കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് മാറും. സോ സെയിം 90% ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്നിവിടെ പറയാൻ കാരണം അമാൽഗമേഷന് ശേഷവും ട്രാൻസ്ഫറർ കമ്പനിയുടെ 90% ഫേസ് വാല്യൂ കുറയാത്ത ഇക്വിറ്റി ഷെയർ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഷെയർ ഹോൾഡേഴ്സ് ട്രാൻസ്ഫറീ കമ്പനിയുടേതാവും. അതിനുശേഷവും ഈ സെയിം 90% ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ട്രാൻസ്ഫറീ കമ്പനിയിലേക്ക് വരും. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഇത്രയേ ഉള്ളൂ. ഷെയർ ഹോൾഡേഴ്സ് ഹോൾഡിംഗ് നോട്ട് ലെസ് ദാൻ 90% ഓഫ് ദ ഷെയർ ഹോൾഡർ 90% ഓഫ് ദി ഫേസ് വാല്യൂ ഓഫ് ദ ഇക്വിറ്റി ഷെയർ ഓഫ് ദ ട്രാൻസ്ഫറർ കമ്പനി become the equity shareholders of the transferee company by virtue of amalgamation. അതായത് അമാൽഗമേഷൻ്റെ ഭാഗമായിട്ട് ട്രാൻസ്ഫറർ കമ്പനിയുടെ 90% കുറയാതെ ഫേസ് വാല്യൂ ഉള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഷെയർ ഹോൾഡേഴ്സ് ട്രാൻസ്ഫറീ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് മാറും. മൂന്നാമത് പറയുന്ന കണ്ടീഷൻ പർച്ചേസ് കൺസിഡറേഷനുമായി ബന്ധപ്പെട്ടാണ്. ഇക്വിറ്റി ഷെയർ ആയിട്ട് പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കുന്നു. അതാണ് പറയുന്നത് ദ കൺസിഡറേഷൻ for the amalgamation receivable by those equity shareholders of the transferor company who agree to become the shareholders of transferee company is discharged by the transferee company only by issue of equity shares in the transferee company. അതായത് ഇവിടെ പറയുന്നത് ട്രാൻസ്ഫറീ കമ്പനിയിൽ നിന്നും പർച്ചേസ് കൺസിഡറേഷൻ ആയിട്ട്, അല്ലെങ്കിൽ ട്രാൻസ്ഫറീ കമ്പനിയിൽ നിന്നും പർച്ചേസ് കൺസിഡറേഷൻ റിസീവ് ചെയ്തുകൊണ്ട് ട്രാൻസ്ഫറർ കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആകാമെന്ന് എഗ്രി ചെയ്തിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിനെ ട്രാൻസ്ഫറീ കമ്പനി എന്താണ് അവരുടെ ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് ഡിസ്ചാർജ് ചെയ്യുന്നു. സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. ട്രാൻസ്ഫറർ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് പർച്ചേസ് കൺസിഡറേഷൻ ഇക്വിറ്റി ഷെയറിൻ്റെ ഫോമിൽ ട്രാൻസ്ഫറീ കമ്പനി കൊടുക്കുന്നു. ഇനി സെയിം ബിസിനസ്. The business of the transferor company is intended to be carried on after amalgamation by the transferee company. എന്താണ് ട്രാൻസ്ഫറർ കമ്പനിയുടെ ബിസിനസ് അമാൽഗമേഷന് ശേഷം ആരായിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത്? ട്രാൻസ്ഫറീ കമ്പനി ആയിരിക്കും. Then carry forward of assets, liabilities and retained earnings at book value. No adjustment is intended to be made to the book value at the assets and liabilities of the transferor company when they are incorporated in the financial statement of transferee company except to ensure uniformity of accounting policies. എന്താ പറയുന്നത്? ട്രാൻസ്ഫറർ കമ്പനിയിൽ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ട്രാൻസ്ഫറർ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ട്രാൻസ്ഫറീ കമ്പനിയുമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ബുക്ക് വാല്യൂവിൽ ഒരു തരത്തിലുള്ള അസറ്റ്സിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും ബുക്ക് വാല്യൂവിൽ ഒരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സും എന്താണ് നടത്തത്തില്ല, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റും അവിടെ ചെയ്യത്തില്ല. ഏത് കേസിലൊഴികെ, അതായത് അക്കൗണ്ടിങ് പോളിസിയുടെ യൂണിഫോമിറ്റി എൻഷുർ ചെയ്യാൻ
വേണ്ടി വേണമെങ്കിൽ ബിൽ വരുത്താം. അതൊഴികെയുള്ള ബാക്കി ഒരു കേസിലും എന്താണ്, ബുക്ക് വാല്യൂവിൽ തന്നെയായിരിക്കും അസറ്റ്സും ലയബിലിറ്റീസും ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് ട്രാൻസ്ഫറി കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ. അവിടെ ഒരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളും ചെയ്യത്തില്ല. സോ ഈ ഒരു 5 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു അമാൽഗമേഷൻ ആണെങ്കിൽ അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ എന്ന് നമുക്ക് പറയാം. ഇനി സെക്കൻഡ് പറയുന്നത് അമാൽഗമേഷൻ ഇൻ നേച്ചർ ഓഫ് പർച്ചേസ് അല്ലെങ്കിൽ പർച്ചേസ് മെത്തേഡ് എന്നാണ് പറയുന്നത്. സോ പർച്ചേസ് മെത്തേഡ് എന്ന് പറയുന്ന ആ ഒരു പേരും കൂടി നിങ്ങൾ ഓർത്തിരുന്നോണം. സോ സിമ്പിളായിട്ട് ഇത്രയും നമുക്ക് പറയാം. അമാൽഗമേഷൻ ഇൻ നേച്ചർ ഓഫ് മെർജറിൽ നമ്മൾ പഠിച്ച 5 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാത്ത കേസിൽ ആ ഒരു ടൈപ്പ് ഓഫ് അമാൽഗമേഷനെ അമാൽഗമേഷൻ ഇൻ നേച്ചർ ഓഫ് പർച്ചേസ് എന്ന് പറയാം. നോക്കാം. If one or more of the 5 conditions of amalgamation in the nature of merger is not satisfied, the amalgamation will be treated as amalgamation in the nature of purchase. അതായത് നമ്മൾ മുകളിൽ പറഞ്ഞ 5 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ അത്തരത്തിലുള്ള ടൈപ്പ് ഓഫ് അമാൽഗമേഷനെ അമാൽഗമേഷൻ ഇൻ നേച്ചർ ഓഫ് പർച്ചേസ് എന്ന് നമുക്ക് പറയാം. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ പറയുന്നതാണ് അവിടെ. ഇഫ് ദ ബിസിനസ് ഓഫ് ദ ട്രാൻസ്ഫറർ കമ്പനി ഈസ് ടു കണ്ടിന്യൂഡ് ആഫ്റ്റർ അമാൽഗമേഷൻ, or if the shareholders in the transferor company do not have appropriate shareholding in combined entity, the deal will be treated as amalgamation in the nature of purchase for accounting treatment. അതായത് നമ്മുടെ ഈ കണ്ടീഷൻ ബ്രേക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു അമാൽഗമേഷൻ ഇൻ നേച്ചർ ഓഫ് പർച്ചേസിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇഫ് ദ ബിസിനസ് ഓഫ് ട്രാൻസ്ഫറി കമ്പനി, അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ ആകണമെങ്കിൽ നമ്മൾ പറഞ്ഞ കണ്ടീഷൻ എന്താണ്? ട്രാൻസ്ഫറർ കമ്പനിയുടെ ബിസിനസ് ട്രാൻസ്ഫറി കമ്പനി കണ്ടിന്യൂ ചെയ്യും, അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നോക്കിക്കേ, പർച്ചേസ് ആണെങ്കിൽ എന്താണ്? ബിസിനസ് ഓഫ് ദ ട്രാൻസ്ഫർ കമ്പനി ഈസ് നോട്ട് കണ്ടിന്യൂഡ് ആഫ്റ്റർ അമാൽഗമേഷൻ. അമാൽഗമേഷന് ശേഷം ട്രാൻസ്ഫറർ കമ്പനിയുടെ ബിസിനസ് ട്രാൻസ്ഫറി കമ്പനി കണ്ടിന്യൂ ചെയ്യുന്നില്ല. അപ്പോൾ ഈ കണ്ടീഷൻസ് ബ്രേക്ക് ചെയ്തു. അപ്പം അതാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അല്ലെങ്കിൽ ഇഫ് ദ ഷെയർ ഹോൾഡേഴ്സ് ഇൻ ദ ട്രാൻസ്ഫറർ കമ്പനി ഡു നോട്ട് ഹാവ് പ്രൊപ്പോർഷനേറ്റ് ഷെയർ ഹോൾഡിംഗ് ഇൻ ദ കമ്പൈൻഡ് എൻറ്റിറ്റി. അതായത് നമ്മൾ അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ പഠിച്ചപ്പം നമ്മൾ പറഞ്ഞായിരുന്നു ഷെയർ ഹോൾഡേഴ്സ്, അതായത് ട്രാൻസ്ഫറർ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ട്രാൻസ്ഫറി കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് അമാൽഗമേഷന് ശേഷം മാറും. ഇവിടെ നേച്ചർ ഓഫ് പർച്ചേസിൻ്റെ കേസിൽ വന്നാൽ എന്താണ്? അങ്ങനെ എന്താണ്? ട്രാൻസ്ഫറർ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് അതിനുശേഷം അമാൽഗമേഷന് ശേഷം ട്രാൻസ്ഫറി കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് മാറത്തില്ല. സോ ഇവിടെ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. നമ്മൾ മെർജറിൻ്റെ കേസിൽ പറഞ്ഞ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാതിരിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ടൈപ്പ് ഓഫ് അമാൽഗമേഷനെ അമാൽഗമേഷൻ ഇൻ നേച്ചർ ഓഫ് പർച്ചേസ് എന്ന് നമ്മൾ പറയും. നിങ്ങൾ എക്സാമിന് അമാൽഗമേഷൻ ഇൻ നേച്ചർ ഓഫ് പർച്ചേസ് അല്ലെങ്കിൽ പർച്ചേസ് മെത്തേഡ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 5 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാത്തതാണെന്ന് പറഞ്ഞ് എഴുതി വെക്കരുത്. ഇവിടെ നമ്മൾ മുകളിൽ ആ 5 കണ്ടീഷൻസ് എക്സ്പ്ലെയിൻ ചെയ്തതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ആ 5 കണ്ടീഷൻസ് എഴുതി ഇത് സാറ്റിസ്ഫൈ ചെയ്യാത്തത് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ 1-2 കണ്ടീഷൻസ് ഒരു എക്സാമ്പിളായിട്ട് കൊടുത്തു വേണം എഴുതാനായിട്ട്. സോ ഇനി നമ്മൾ പോകുന്നത് ഡിഫറൻസിലേക്കാണ് പോകുന്നത്. അമാൽഗമേഷൻ ഇൻ നേച്ചർ ഓഫ് മെർജറും അമാൽഗമേഷൻ ഇൻ നേച്ചർ ഓഫ് പർച്ചേസും തമ്മിലുള്ള ഡിഫറൻസിലേക്കാണ് പോകുന്നത്. നോക്കാം. കണ്ടിന്യൂവേഷൻ ഓഫ് സെയിം ബിസിനസ്. നമ്മൾ ഇപ്പോൾ പറഞ്ഞു നിർത്തിയ കാര്യമാണ്. അമാൽഗമേഷൻ ഇൻ നേച്ചർ ഓഫ് മെർജറിൻ്റെ കേസിൽ എന്താണ്? ദ സെയിം ബിസിനസ് ഓഫ് ദ ട്രാൻസ്ഫറർ കമ്പനി ഈസ് എക്സ്പെക്റ്റഡ് ടു ബി കണ്ടിന്യൂഡ് ഓൺ ബൈ ദ ട്രാൻസ്ഫറി കമ്പനി. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ബിസിനസ് അല്ലെങ്കിൽ ട്രാൻസ്ഫറർ കമ്പനിയുടെ ബിസിനസ് എന്താണ്? ട്രാൻസ്ഫറി കമ്പനി കണ്ടിന്യൂ ചെയ്യും. ബട്ട് in the case of amalgamation in the nature of purchase, amalgamation in the nature of purchaseൻ്റെ കേസിനാണെങ്കിലോ ആ ട്രാൻസ്ഫറർ കമ്പനിയുടെ ബിസിനസ് ട്രാൻസ്ഫറി കമ്പനി കണ്ടിന്യൂ ചെയ്യണമെന്ന് ഇല്ല. ഇനി മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ്. അമാൽഗമേഷൻ ഇൻ നേച്ചർ ഓഫ് മെർജറിൽ പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡാണ് അക്കൗണ്ടിങ് മെത്തേഡായിട്ട് എടുക്കുന്നതെങ്കിൽ അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസിൻ്റെ കേസിൽ പർച്ചേസ് മെത്തേഡാണ്. ഇനി ഇക്വിറ്റി ഷെയർ ഹോൾഡിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ആ കണ്ടീഷനിലെ സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞതാണ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് holding 90% equity shares in the transferor company become the shareholders of the transferee company. അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡർ ട്രാൻസ്ഫറർ കമ്പനിയിലെ 90% ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആരാണ്? ട്രാൻസ്ഫറി കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സായി മാറും. എന്താണ് പറഞ്ഞത്? ട്രാൻസ്ഫറർ കമ്പനിയുടെ 90% ഇക്വിറ്റി ഷെയർസും ട്രാൻസ്ഫറി കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സായിട്ട് മാറും. ഇനി
നേച്ചർ ഓഫ് പർച്ചേസിൻ്റെ കേസിലാണെങ്കിലോ ദ ട്രാൻസ്ഫറിംഗ് കമ്പനി ടേക്സ് ദ റോൾ ഓഫ് ഡോമിനൻറ്റ് പാർട്ടി ആഫ്റ്റർ ദ അമാൽഗമേഷൻ ആൻഡ് ദെയർഫോർ equity shareholders in the transferred company may not get proportionate share of transferee company. അതായത് അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസിൻ്റെ കേസിലാണെങ്കിൽ ട്രാൻസ്ഫറേ കമ്പനിയാണ് ഇവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൂടുതൽ പവർ ആർക്കാണ്? ട്രാൻസ്ഫറേ കമ്പനിക്കാണ്. സോ അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ട്രാൻസ്ഫറർ കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ട്രാൻസ്ഫറേ കമ്പനിയിൽ പ്രപ്പോർഷനേറ്റ് ആയിട്ട് ഷെയർ കിട്ടത്തില്ല. ദെൻ പർച്ചേസ് കൺസിഡറേഷനുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. പർച്ചേസ് കൺസിഡറേഷൻ ഈസ് ഫുള്ളി ഡിസ്ചാർജ്ഡ് ബൈ ദ ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ എക്സെപ്റ്റ് ക്യാഷ് ഫോർ ഫ്രാക്ഷണൽ ഷെയർസ്. അതായത് ഫ്രാക്ഷണൽ ഷെയർസിന് ക്യാഷ് കൊടുക്കുന്നതൊഴികെ, അല്ലെങ്കിൽ ആ ഒരു കേസ് ഒഴിച്ചാൽ അല്ലാത്ത എല്ലാ കേസിലും പർച്ചേസ് കൺസിഡറേഷനായിട്ട് അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജറിൽ എന്താണ്, ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. But in the case of amalgamation in nature of purchase consideration need not be discharged fully by the issue of equity shares. അവിടെ പർച്ചേസ് കൺസിഡറേഷൻ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് ഡിസ്ചാർജ് ചെയ്യണം, അല്ലെങ്കിൽ പർച്ചേസ് കൺസിഡറേഷൻ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് കൊടുക്കുകയില്ല. ദെൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അസറ്റ്സിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും ട്രീറ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞ കാര്യമാണ്. എന്താണ്, അമാൽഗമേഷന് ശേഷം അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ ആണെങ്കിൽ എന്താണ്, ട്രാൻസ്ഫറർ കമ്പനിയുടെ അസറ്റ്സും ലയബിലിറ്റീസും അമാൽഗമേഷന് ശേഷം ട്രാൻസ്ഫറേ കമ്പനിയുടേതാവും. ഇനി പർച്ചേസിൻ്റെ കേസിലാണെങ്കിലോ അങ്ങനെ, അതായത് അമാൽഗമേഷന് ശേഷം ട്രാൻസ്ഫറർ കമ്പനിയുടെ അസറ്റ്സും ലയബിലിറ്റീസും ട്രാൻസ്ഫറേ കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്ന് ഇല്ല. സോ അടുത്തത് പറയുന്നത് ട്രീറ്റ്മെൻറ്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അസറ്റ്സിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും ട്രീറ്റ്മെൻറ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്ന് മാറ്റി നിങ്ങൾ എഴുതിക്കോണേ. ട്രീറ്റ്മെൻറ്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി എന്നല്ല. ഇവിടെ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ അസറ്റ്സിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടതാണ്. അതായത് നമ്മൾ ക്ലാസിഫിക്കേഷൻ തുടങ്ങിയതിൽ ലാസ്റ്റ് പോയിന്റ് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, ട്രീറ്റ്മെൻറ്റ് അല്ല. ട്രീറ്റ്മെൻറ്റ് നമ്മൾ അടുത്ത പോയിന്റിലാണ് പറയുന്നത്. ട്രീറ്റ്മെൻറ്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസും അസറ്റ്സും ലയബിലിറ്റീസും എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. മെർജറിൻ്റെ കേസിലാണെങ്കിൽ record at their existing carrying amount subject to the adjustment for uniformity in accounting policies. എന്താണ്, അക്കൗണ്ടിങ് പോളിസീസിൻ്റെ യൂണിഫോമിറ്റിയെ സബ്ജക്റ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൺസിഡർ ചെയ്തുകൊണ്ട് അതായത് അസറ്റ്സിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും ബുക്ക് വാല്യൂ എത്രയാണോ, അല്ലെങ്കിൽ അതിൻ്റെ ക്യാരിങ് എമൗണ്ട് എത്രയാണോ ആ വാല്യൂവിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ പർച്ചേസിൻ്റെ കേസിലേക്ക് വന്നാലോ, റെക്കോർഡ് അറ്റ് ദെയർ എക്സിസ്റ്റിംഗ് ക്യാരിങ് എമൗണ്ട് ഓർ ഓൺ ബേസിസ് ഓഫ് ഫെയർ വാല്യൂ. അത് എക്സിസ്റ്റിംഗ് ക്യാരിങ് എമൗണ്ട്, അതായത് ബുക്ക് വാല്യൂവിൻ്റെ ബേസിലാവാം അല്ലെങ്കിൽ ഫെയർ വാല്യൂവിലാകാം, ഈ ഏതെങ്കിലും രീതിയിലാവാം റെക്കോർഡ് ചെയ്യുന്നത്. ദെൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് നോൺ സ്റ്റാറ്റ്യൂട്ടറി റിസർവ്. നോൺ സ്റ്റാറ്റ്യൂട്ടറി റിസർവിൻ്റെ ട്രീറ്റ്മെൻറ്റ് പറയുന്നത് മെർജറിൻ്റെ കേസിൽ റെക്കോർഡഡ് അറ്റ് ദെയർ എക്സിസ്റ്റിംഗ് ക്യാരിങ് എമൗണ്ട്, അതായത് എക്സിസ്റ്റിംഗ് നിലവിലുള്ള അതിൻ്റെ എമൗണ്ട്, സ്റ്റാറ്റ്യൂട്ടറി റിസർവിൻ്റെ എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് ആണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇനി പർച്ചേസിൻ്റെ കേസിലേക്കാണല്ലോ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ ട്രാൻസ്ഫറേ കമ്പനി. ട്രാൻസ്ഫറേ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഈ നോൺ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ഇല്ല, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യത്തില്ല. ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ്. നോൺ സ്റ്റാറ്റ്യൂട്ടറി റിസർവിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇനി സ്റ്റാറ്റ്യൂട്ടറി റിസർവിൻ്റെ ട്രീറ്റ്മെൻറ്റ് പറയുന്നത് റിറ്റെയിൻ അറ്റ് ദ എക്സിസ്റ്റിംഗ് ക്യാരിങ് എമൗണ്ട്. എക്സിസ്റ്റിംഗ് ക്യാരിങ് എമൗണ്ട് നിലവിൽ അതിൻ്റെ എമൗണ്ട് എത്രയാണോ അതിൻ്റെ വാല്യൂവിലായിരിക്കും അത് റെക്കോർഡ് ചെയ്യുന്നത്. ഇനി സ്റ്റാറ്റ്യൂട്ടറി റിസർവ് പർച്ചേസ് മെത്തേഡിലാണെങ്കിലോ റിറ്റൈനിങ് അറ്റ് ദ എക്സിസ്റ്റിംഗ് ക്യാരിങ് എമൗണ്ട് ബൈ ട്രാൻസ്ഫറി ഫോളോയിങ് എൻട്രി. അതായത് താഴെ ഒരു ജേണൽ എൻട്രി പറയുന്നുണ്ട്. ഈ ജേണൽ എൻട്രിയുടെ ബേസിൽ എക്സിസ്റ്റിംഗ് ക്യാരിങ് എമൗണ്ടിലാണിത് റിട്ടൈൻ ചെയ്യുന്നത്. സോ ആ ജേണൽ എൻട്രി നോക്കാം. അമാൽഗമേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് റിസർവ് അക്കൗണ്ട് ഡെപ്റ്റ് ടു സ്റ്റാറ്റ്യൂട്ടറി റിസർവ്. ആ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് നെയിം എന്ന് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഏതാണോ ആ സ്റ്റാറ്റ്യൂട്ടറി റിസർവിൻ്റെ പേര് ചേർത്ത് ഇവിടെ അങ്ങ് എഴുതുക. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. മെർജറിൻ്റെ കേസിലാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഓഫ് ദ ട്രാൻസ്ഫറർ കമ്പനി is aggregated with the profit and loss account of transferee company or transferred to general reserve of transferee company. അതായത് മെർജറിൻ്റെ കേസിലാണെങ്കിൽ പ്രോഫിറ്റോ ലോസോ ഉണ്ടെങ്കിൽ, അതായത് ട്രാൻസ്ഫറർ കമ്പനിയുടെ പ്രോഫിറ്റും ലോസും, ട്രാൻസ്ഫറർ കമ്പനിക്ക് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഒന്നെങ്കിൽ അതെന്താണ് ട്രാൻസ്ഫറീ കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസുമായിട്ട് അഗ്രിഗേറ്റ് ചെയ്യും, അതിനോട് ആഡ് ചെയ്ത് അതിൻ്റെ കൂടെ ചേർത്ത് എഴുതും. അല്ലെങ്കിൽ എന്താണ്
ട്രാൻസ്ഫറി കമ്പനിയുടെ ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഈ രണ്ട് രീതിയിൽ എങ്ങനെ വേണമെങ്കിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ മെർജറിൻ്റെ കേസിൽ ട്രീറ്റ് ചെയ്യാം. പർച്ചേസിൻ്റെ കേസിലാണല്ലോ നോട്ട് റെക്കോർഡഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ട്രാൻസ്ഫറി കമ്പനി. പ്രോഫിറ്റോ ലോസോ അല്ലെങ്കിൽ ട്രാൻസ്ഫറർ കമ്പനിയുടെ പ്രോഫിറ്റും ലോസും എന്താണ്, പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അത് ട്രാൻസ്ഫറി കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ റെക്കോർഡ് ചെയ്യത്തില്ല. ലാസ്റ്റ് ഗുഡ് വിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. The excess of purchase consideration over share capital of the transferee company is debited to reserve. എന്താ പറയുന്നത്? The excess of purchase consideration over share capital. ഈ ഷെയർ ക്യാപിറ്റലിനേക്കാൾ കൂടുതൽ പർച്ചേസ് കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ അത് എന്താണ്, റിസർവിലേക്ക് ഡെബിറ്റ് ചെയ്യും. അതർവൈസ് ഇഫ് ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് ട്രാൻസ്ഫർ കമ്പനി ഈസ് മോർ ദാൻ ദ എമൗണ്ട് ഓഫ് പർച്ചേസ് കൺസിഡറേഷനേക്കാൾ കൂടുതൽ ട്രാൻസ്ഫർ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ആ ഡിഫറൻസ് എന്ത് ചെയ്യും, റിസർവിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. ഇനി പർച്ചേസിൻ്റെ കേസിലാണെങ്കിലോ ദ എക്സസ് ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ ഓവർ ദ നെറ്റ് അസെറ്റ് ഓഫ് ദ ട്രാൻസ്ഫറർ കമ്പനി ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് ഗുഡ് വില്ല്. അതായത് പർച്ചേസ് കൺസിഡറേഷൻ, ദ എക്സസ് ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ ഓവർ നെറ്റ് അസെറ്റ് ഓഫ് ദി ട്രാൻസ്ഫറർ കമ്പനി. ട്രാൻസ്ഫറർ കമ്പനിയുടെ നെറ്റ് അസെറ്റിനേക്കാൾ കൂടുതലുള്ള പർച്ചേസ് കൺസിഡറേഷൻ എത്രമാത്രം, ആ കൂടുതലുള്ള ഡിഫറൻസ് എത്രയാണോ അത് ഗുഡ് വില്ലായിട്ട് എടുക്കും. അതുപോലെ തന്നെ ദ എക്സസ് ഓഫ് നെറ്റ് അസെറ്റ് ഓഫ് ദ ട്രാൻസ്ഫറർ കമ്പനി ഓവർ ദ പർച്ചേസ് കൺസിഡറേഷൻ. അതായത് പർച്ചേസ് കൺസിഡറേഷനേക്കാൾ കൂടുതൽ നെറ്റ് അസെറ്റ് എത്രയുണ്ടോ ആ എക്സസ് എമൗണ്ട് ക്യാപിറ്റൽ റിസർവ് ആയിട്ടും റെക്കഗ്നൈസ് ചെയ്യും. ഇത്രയുമാണ് അമാൽഗമേഷൻ ഇൻ ദ കേസ് ഓഫ് പർച്ചേസും അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മേർജറും തമ്മിലുള്ള ഡിഫറൻസ്. സോ എന്താണ് അമാൽഗമേഷൻ്റെ രണ്ട് ടൈപ്പ്, ഡിഫറൻസ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചോണം. അതുപോലെ തന്നെ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചു നിർത്തിയ പർച്ചേസ് കൺസിഡറേഷൻ കമ്പ്യൂട്ട് ചെയ്യുന്ന മെത്തേഡ്സ്, ആ മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ചെയ്യാനും പഠിക്കണം. അതുപോലെ തന്നെ ഏതൊക്കെയാണ് പർച്ചേസ് കൺസിഡറേഷൻ കമ്പ്യൂട്ട് ചെയ്യാനുള്ള മെത്തേഡ്സ് എന്നൊരു തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാൽ ആ നെറ്റ് അസെറ്റ് മെത്തേഡും നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡും ലംസം മെത്തേഡും ഷെയർ എക്സ്ചേഞ്ച് മെത്തേഡും തിയറി ആയിട്ട് എഴുതാനും നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പം ഓക്കെ, താങ്ക് യു.